ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഡീക്ലട്ടർ ചാലഞ്ചിൻ്റെ 15ാമത്തെ ദിവസമായി അല്ലേ. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത ടാസ്കുകൾ എന്ന് പറയുന്നത് കൂടുതലും ബെഡ്റൂമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഫയലുകൾ ഒതുക്കി വെച്ചതായിക്കോട്ടെ, സ്റ്റേഷനറി ഒതുക്കിയതായിക്കോട്ടെ, അല്ലെങ്കിൽ മേക്കപ്പ്, ജ്വല്ലറി, അതുപോലെ നമ്മുടെ തുണികൾ നമ്മൾ ഒതുക്കി വെച്ചത് എല്ലാതും നമ്മുടെ ബെഡ്റൂമുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ ചെയ്ത ടാസ്കുകൾ. ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ലിവിങ് ഹാൾ, ബാത്റൂം, ഡൈനിങ് റൂം, അതുപോലെ കിച്ചൺ, പിന്നെ അത് കഴിയുമ്പോൾ ഔട്ട്ഡോർ, ആ ഒരു രീതിയിൽ അവിടെ വരുന്ന ഐറ്റംസാണ് ഡീക്ലട്ടർ ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, ഇനി നിങ്ങളുടെ ബെഡ്റൂമുകളിൽ ഏതെങ്കിലും ഏരിയ നിങ്ങൾ ഒതുക്കാണ്ടോ ശ്രദ്ധിക്കാണ്ടോ ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഓരോ ഷെൽഫുകൾ എനിക്കിപ്പോൾ അറിയില്ല എല്ലാവരുടെ ഐറ്റംസ് എന്തോരമുണ്ടെന്ന്. എന്നാലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത് ഒതുക്കേണ്ട ദിവസമാണ്. അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു 2 ഷെൽഫുണ്ട്. ഒരു ഷെൽഫിൽ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ആയിട്ട് ഇരിക്കുന്ന കോസ്മെറ്റിക്സോ അങ്ങനത്തെ സാധനങ്ങൾ, ഇപ്പോൾ സോപ്പ്, ഓയിൽ, അതൊക്കെ നമ്മൾ ഓഫർ വരുമ്പോൾ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഒതുക്കി വയ്ക്കാൻ ഒരു ഷെൽഫുണ്ട്. അതാണ് എനിക്ക് ഒതുക്കാനുള്ളത്, ഒരു എക്സ്ട്രാ ആയിട്ടുള്ളത്. രണ്ടാമതൊരു ഷെൽഫുള്ളത് എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ എടുക്കുന്ന കുറച്ച് സാധനങ്ങൾ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതും ഒന്ന് ഒതുക്കണം. അത് എനിക്ക് എന്താണ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും അതുപോലത്തെ ഒരു ഏരിയ നമ്മുടെ റൂമുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് എല്ലാവർക്കും പലതരത്തിലുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഞാനത് കാണിക്കല അർത്ഥമില്ല, കാരണം പലതരം സാധനങ്ങൾ ആ ഷെൽഫിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ടാസ്കിൻ്റെ വീഡിയോ ഇടാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇന്ന് ബെഡ്റൂമിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ റൂമായിക്കോട്ടെ, എല്ലാ റൂമിലും നിങ്ങൾ ഇതിൽ ടോയ്സ് നോക്കണ്ട കേട്ടോ, കുട്ടികളുടെ റൂമിൽ. അതല്ലാതെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് അല്ലാണ്ട് എന്തെങ്കിലും ഷെൽഫുകൾ ഒതുക്കാണ്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒതുക്കി വയ്ക്കുക, ബെഡ്റൂമുകളിൽ മാത്രം. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്. അപ്പോൾ ഇനി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും ഏരിയ ഡീക്ലട്ടർ ചെയ്യണം എന്നുള്ള സജഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ പറയാം. ഞാൻ ഒരുവിധം എല്ലാ ഐറ്റംസും ഈ 30 ദിവസത്തെ ഡീക്ലട്ടർ ചാലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ചിലപ്പോൾ ഞാൻ എന്താ പറയുക, ഇടാത്ത എന്തെങ്കിലും ചാലഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത് താഴെ കമൻസിൽ. അപ്പോൾ അത് മറക്കാണ്ട് താഴെ കമൻസിൽ പറയാം. നിങ്ങൾക്കിപ്പോൾ ബുക്സിൻ്റെ ആണെങ്കിലോ ന്യൂസ് പേപ്പറിൻ്റെ, കുറച്ച് പേരൊക്കെ എന്നോട് സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്സും മാഗസീനൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ചയിലേക്ക്. ഞാൻ ഓൾറെഡി 30 ദിവസത്തെ ഈ ചാലഞ്ച് തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാക്കി ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഓർഡറിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലവർക്ക് എളുപ്പമുള്ള രീതിയിലാണ്, ചിലവർക്ക് ബുദ്ധിമുട്ടുള്ള ടാസ്കുകളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഒരാഴ്ച ടഫാണെങ്കിൽ ഒരാഴ്ച ഞാൻ ഈസി ആയിട്ടാണ് തരണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ടാസ്കുകൾ പോകുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിവിങ് റൂം, ഡൈനിങ് റൂം, കിച്ചൺ ഇല്ല, ബാത്റൂം. ഈ ലിവിങ് റൂം, ഡൈനിങ് റൂം, ബാത്റൂം, ഈ 3 ഏരിയയിലുള്ള ഐറ്റംസ് ഡീക്ലട്ടർ ചെയ്യാൻ പോവാണ് ചെയ്യുന്നത്. അപ്പം ഇനി അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഞാൻ ഓരോ ദിവസം ടാസ്ക്കായിട്ട് പറയും. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് താഴെ പറയാം. പിന്നെ ടാസ്കുകൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ടാസ്ക് ഉണ്ടായിരിക്കുന്നതല്ല, അത് പ്രത്യേകം ഓർക്കുക. അത് ഇല്ലാണ്ടാണ് 30 ദിവസം എന്ന് പറയുന്നത്. പിന്നത്തെ കാര്യം, നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് എന്തെങ്കിലും ടാസ്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച നിങ്ങൾക്ക് ചെയ്ത് തീർക്കാവുന്നതാണ്. ഈ ഒരു ഓർഡറിൽ ചെയ്ത് തീർത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് താങ്ക് യു. എൻ്റെ കൂടെ നിന്ന് അത് ചെയ്തെടുത്ത എല്ലാവർക്കും പ്രത്യേകമായിട്ട് താങ്ക്സ് പറയണം. ഓക്കെ, പിന്നത്തെ കാര്യം പറയാനുള്ളത്, ഇതുവരെ നമ്മൾ ക്ലീൻ ചെയ്തല്ലോ, ഇനി അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ 15 ദിവസം കൊണ്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി എല്ലാ ദിവസവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഡ്രസ്സുകൾ എടുക്കുമ്പോൾ അതാത് രീതിയിൽ തന്നെ സൂക്ഷിച്ച് വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഓർണമെൻറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ, ചെരുപ്പുകളായിക്കോട്ടെ, എല്ലാം എടുത്ത സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇതുവരെ ഒതുക്കിയതെല്ലാം അതുപോലെ തന്നെ തിരിച്ചു വെക്കാൻ മറക്കാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഈ 15ാമത്തെ ദിവസം എനിക്ക് തരാനുള്ള ടാസ്ക്. അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമുകൾ നോക്കിയിട്ട് ഏതെങ്കിലും ഭാഗങ്ങൾ ഒതുക്കിയിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മൾ ഒതുക്കിയ എല്ലാ ഏരിയയും ഒന്ന് ചെക്ക് ചെയ്യുക, അത് ക്ലിയർ ആയോ എന്ന്. അതിന് ശേഷം നമുക്ക് അടുത്ത ആഴ്ചത്തെ പുതിയ ടാസ്കുകളായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയുന്നു, കൺഗ്രാജുലേഷൻ. ഇതുവരെ ചെയ്തവർക്കും മടി പിടിച്ച് പോയവർക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് കൺഗ്രാജുലേഷൻ. പിന്നെ ചിലവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്കറിയാം, ആരോഗ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ കുട്ടികളുടെ ബുദ്ധിമുട്ട്, ജോലിയുടെയൊക്കെ. അവർക്കും സാരമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ ഫ്രീ ആവുമ്പോൾ കുറച്ചേശ്ശെ ചെയ്യുക. അപ്പോൾ പുതിയ ടാസ്ക് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇന്നത്തെ ടാസ്ക് ഞാൻ കാണിക്കുന്നില്ല, അത് വിചാരിച്ച് മടി പിടിക്കാതെ ചെയ്യാതിരിക്കരുത്. എല്ലാവരും ഞാൻ പറഞ്ഞത് മറക്കാണ്ട് ചെയ്യുക. അപ്പോൾ പുതിയ ടാസ്ക് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.